എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വെറും 33,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 2019 4x2 ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ വരുന്ന ഫോർച്യൂണറാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുപോലെ നമ്മുടെ കമൻറ്റുകളിലും അല്ലാതെ നമ്മളെ വിളിക്കുന്നവരും ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏത് രീതിയിലാണ് വണ്ടി ചെക്ക് ചെയ്യുന്നത്, നിങ്ങൾ പെയിൻ്റൊക്കെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ വണ്ടി സ്കാൻ ചെയ്യാറുണ്ടോ? അപ്പോൾ നമ്മളിതെല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പക്ഷേ സ്കാൻ ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ വീഡിയോ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് എൻ്റെ ഈ ഫോണിൽ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ സ്കാനറും കാര്യങ്ങളും ഒക്കെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ ഇത് കൂട്ടത്തിൽ നമ്മൾ ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും വീഡിയോ കാണുക. വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ പെയിൻറ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുവാണ്, റീപെയിൻറ്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് വരാം. കുറച്ച് സ്പീഡിൽ ചെയ്തു പോവുകയാണ്. ഓൾറെഡി നമ്മൾ ഒരു റൗണ്ട് ചെക്ക് ചെയ്ത് വന്നതാണ്. അപ്പോൾ നമ്മൾ ഒന്ന് സ്പീഡിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ ചെയ്യുകയാണ്. വണ്ടിയുടെ ഇവിടെ എങ്ങും റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല. ഓൾ ഒറിജിനൽ പെയിൻ്റാണ്. ആകെ 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുള്ള് കമ്പനി സർവീസ് ഉണ്ട്. യാതൊരുവിധ റീപ്ലേസ്മെൻറ്റും ഇല്ലാത്ത വണ്ടിയാണ്. അപ്പോൾ സ്പീഡിൽ അങ്ങനെ പറഞ്ഞു പോവുകയാണ് കാര്യങ്ങൾ. എവിടെയെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാനത് ഈ വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെ കൂടെ തന്നെ പറയാവുന്നതാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്ന് വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇതുപോലത്തെ ഹൈ ക്വാളിറ്റി വണ്ടികൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. കോട്ടയം കാർസിൽ നമ്മുടെ നമ്പർ എപ്പോഴും ഈ വീഡിയോയുടെ താഴെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ നമ്മളെടുത്ത് നിങ്ങൾക്ക് തരുന്നതാണ്. ഈ ഭാഗങ്ങളിലൊന്നും റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല. ഓൾ ഒറിജിനൽ പെയിൻ്റാണ് കിടക്കുന്നത്. ഗ്ലാസ്സുകളെല്ലാം ഒറിജിനലാണ്. ഈ ഡോർപാഡിൻ്റെ അകവശമൊക്കെ ഞാൻ അടുത്ത ഇതിൽ കാണിക്കാം. ഈ ബമ്പറിൻ്റെ ഈ ജോയിൻസ് ഒക്കെ കാണുമ്പോൾ അറിയാം, ഈ ബമ്പർ പോലും റീപെയിൻ്റ് അല്ല, ബമ്പർ വരെ ഒറിജിനൽ പെയിൻറ്റിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ബൂട്ടിലേക്ക് വരാം. ബൂട്ടിലും റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. നമ്മളിതെല്ലാം ചെക്ക് ചെയ്തതാണ്. പക്ഷെങ്കിൽ നമ്മളുടെ ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ നമ്മളോട് പറഞ്ഞ്, നിങ്ങൾ ഇത് കൂടെയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി, വീഡിയോയ്ക്ക് അല്പം ലെങ്ത് കൂടിയാലും സാരമില്ല, അതും കൂടെ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് അത് അവർ പറഞ്ഞത് 100% ശരിയാണ്. നമ്മളുടെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്താലേ ഉള്ളൂ നമുക്ക് നമ്മളുടെ ആ ഒരു വിശ്വാസ്യത നമുക്ക് പൂർണ്ണമായിട്ട് ആളെ ബോധ്യപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഭാഗത്തെങ്ങും റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല. ഈ ബമ്പറിൻ്റെ ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓരോ വശവും ചെക്ക് ചെയ്ത് പോവാണ്. ഇവിടെ എല്ലാം വോളിയം ഒരേപോലെ തന്നെയാണുള്ളത്. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മളുടെ വണ്ടികളെല്ലാം തന്നെ ഡൽഹിയിലാണുള്ളത്. ഞാനും ഡൽഹിയിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഫുള്ള് പേയ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ വണ്ടി നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നീട് നാട്ടിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ സിവിലിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു വണ്ടി വിലയുടെ ഒരു 80 തൊട്ട് 90% വരെ ലോൺ കിട്ടുന്നതാണ്. അത് നാഷണലൈസ്ഡ് ബാങ്കുകളും അല്ലാതുള്ള പ്രൈവറ്റ് ഫിനാൻസ് സ്ഥാപനങ്ങളും അതിൻ്റെ ഫിനാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഒരു ഭാഗത്ത് പോലും റീപെയിൻറ്റോ കാര്യങ്ങളോ കയറിയിട്ടില്ല. ഓൾ ഒറിജിനൽ പെയിൻ്റാണ്. ബ്രോൺസ് കളറിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്രണ്ട് വശത്തേക്ക് പോവുകയാണ്. ബോണറ്റിലൊന്നും ഒരു റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിയിലൊരു സ്ക്രാച്ച് പോലും വന്നിട്ടില്ല. വണ്ടി അതുപോലെ നല്ല ക്ലീൻ കണ്ടീഷനിലാണുള്ളത്. ഇത്രയും ലോ കിലോമീറ്റർ വാഹനങ്ങൾ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ
ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഒരിടത്ത് പോലും റീപെയിൻറ്റോ കാര്യങ്ങളോ വന്നിട്ടില്ല. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ഓരോ വശങ്ങൾ, ഡോറുകൾ, ഗ്ലാസ്സുകൾ, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ, പിന്നെ ഇൻറ്റീരിയർ, ബോണറ്റിൻ്റെ ഉൾവശം, എൻജിൻ റൂം, സ്റ്റെപ്പിനി, ടയറുകൾ, അങ്ങനെ നമ്മൾ പോകുന്ന അതേ ഫോർമാറ്റിൽ തന്നെ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് വരാം. ഈ സൈഡിലെ ബോഡി ലൈനോ കാര്യങ്ങളോ ഒന്നും, യാതൊരു ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. വളരെ ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഓൾറെഡി ഞാൻ പെയിൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഗ്ലാസ് ഒറിജിനൽ കമ്പനി ഗ്ലാസ് തന്നെയാണ്. ഈ വണ്ടി എനിക്ക് തോന്നുന്നു മാനുഫാക്ചറിങ് 2019 ജനുവരി ഫെബ്രുവരി ആ സമയത്തുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്ലാസ്സുകൾ ഒരു ഇയർ ബാക്കായിട്ടുള്ള 2018 സീരീസിൽ വരുന്ന ഗ്ലാസ്സുകളാണ് ഇതിൽ കിടക്കുന്നത്. പക്ഷേ വണ്ടിയുടെ മാനുഫാക്ചറിങ്ങും രജിസ്ട്രേഷനും 2019 തന്നെയാണ്. ഈ ഡോർ, അപ്പോൾ ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ പഞ്ചിങ്, ഇവിടുത്തെ പേസ്റ്റിങ് എല്ലാം ഒറിജിനൽ കമ്പനി പഞ്ചിങ്ങും പേസ്റ്റിങ്ങും ആണ്. ഇപ്പോൾ ഇതിനെ ഒത്തിരി ഇങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. ഡോർപാടെല്ലാം ആ പുതിയ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ വണ്ടിയെ പറ്റി പറയുകയാണല്ലോ, ശരിക്കും ഇതിനകത്ത് കയറിയിരുന്ന നമ്മൾ ഷോറൂമിൽ നിന്നൊരു വണ്ടി കൊണ്ടുവരുമ്പോൾ അതിനകത്തൊരു കോട്ടയത്തൊക്കെ പറയാം പുത്തൻ മണം എന്ന് പറയും. ആ ഒരു മണം പോലും ഈ വണ്ടിക്കകത്തൊന്നും പോയിട്ടില്ല. അത്രയും ക്ലീൻ ആയിട്ടാണ് ഈ വാഹനം ഇരിക്കുന്നത്. 33,100 സംതിങ് ആണ് ഓടിയിട്ടുള്ളത്. ഇവിടുത്തെയും പേസ്റ്റിങ് എല്ലാം ഒറിജിനലാണ്. ഇച്ചിരി സ്പീഡിൽ അങ്ങ് പറഞ്ഞേക്കാം, കാരണം ഇതിനകത്തൊന്നും പറയാനില്ല. അതാണ്, എല്ലാം ഒറിജിനൽ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുത്തെ പഞ്ചിങ് കാണിക്കാം. ഇവിടുത്തെ പഞ്ചിങ് എല്ലാം ഒറിജിനൽ കമ്പനി പഞ്ചിങ്ങുകളാണ് വന്നിട്ടുള്ളത്. ഈ സൈഡിലേക്ക് വരുമ്പോഴും ഇവിടെയെങ്കിലും ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ടെയിൽ ലൈറ്റിലേക്ക് വരുമ്പോഴത്തേന് ടെയിൽ ലൈറ്റിൽ ഒരു സ്ക്രാച്ചോ ക്രാക്കോ ഒന്നും തന്നെ വന്നിട്ടില്ല. കമ്പനി സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ വന്ന അതേ രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. പുറകിലത്തെ ഗ്ലാസും റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് തുറന്നൊന്ന് കാണാം. ഈ ബൂട്ടിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ കാണാം കമ്പനിയുടെ ആ സ്റ്റിക്കർ പോലും ഇവിടുന്ന് പൊളിച്ച് കളഞ്ഞിട്ടില്ല. ഇവിടുത്തെ പഞ്ചിങ്ങുകൾ, പേസ്റ്റിങ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. വളരെ ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് ഹൈ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇവിടുത്തെയും പഞ്ചിങ്, ഇവിടുത്തെ ഈ നട്ടുകളിലൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം വണ്ടിയുടെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത്. ഇൻറ്റീരിയറൊക്കെ അതുപോലെ നല്ല പുത്തൻ പോലെയാണ് ഇരിക്കുന്നത്. ഇവിടെ എങ്ങും ഒരു പ്രത്യേകിച്ചൊരു കാര്യം എടുത്ത് പറയാനായിട്ടില്ല. ഇതാ ഇവിടെ ഈ ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് കണ്ടോളൂ. ഇവിടുത്തെയൊക്കെ പഞ്ചിങ് എല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം. ഈ സൈഡിലത്തെയും ലൈറ്റിൽ ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ ബമ്പറിൻ്റെ ഈ ഒരു ഭാഗത്തൊരു ചെറിയൊരു സ്ക്രാച്ച്, ഇതില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ നെഗറ്റീവ് വേണ്ടേ പറയാൻ, അതേ ഉള്ളൂ. ഈ ഭാഗങ്ങളിലൊന്നും റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഈ ഡോറ് തുറന്ന് കാണാം. ഈ ഡോറിന് ഉൾവശത്തേക്ക് വരുമ്പോഴും ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് കിടക്കുന്നത്. ഡോർ പാടുകളെല്ലാം നല്ല പുതിയ അതേ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ ഡോറിലേക്ക് പോകാം. ഈ ഡോറിലേക്ക് വരുമ്പോഴും ഇതിൻ്റെ ഉൾവശം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് കിടക്കുന്നത്. ഡോർ പാടുകളെല്ലാം വൃത്തിക്കാണ് ഇരിക്കുന്നത്. സ്വിച്ചുകളൊക്കെ പുതുപുത്തനായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് തുറന്ന് കാണാം. ഓക്കെ, ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം ഒറിജിനൽ കമ്പനി പേസ്റ്റിംഗ് ആണ്. ഡെൻറ്റോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അപ്പുറോൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ അങ്ങ് യാതൊരുവിധ ഡാമേജോ കാര്യങ്ങളോ ഇല്ല. ബാറ്ററി ഇൻബിൽറ്റ്, അതിൻ്റെ കൂടെ തന്നെ വന്ന ബാറ്ററി ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിന് ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ എങ്ങും യാതൊരുവിധ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. കമ്പനി ഒറിജിനൽ പഞ്ചിങ് ഇവിടെ നിങ്ങൾക്ക് കാണാം. എഞ്ചിൻ റൂമിനകത്ത് അത്യാവശ്യം ചെറിയ രീതിയിൽ ഡസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. പുത്തൻ വണ്ടി പോലെ തന്നെയാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് ഞാൻ ചിലപ്പോൾ ഈ പവർ വിൻഡോ താക്കുമ്പോൾ അതിൻ്റെ സൗണ്ടും കൂടെ കയറി വരും. അപ്പോൾ പലരും ചോദിച്ചു എന്താണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നത്. അത് ഈ ഡോറിൻ്റെ ഗ്ലാസ് താക്കുന്നതിൻ്റെ സൗണ്ടാണ്. അപ്പോൾ ഞാനിതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം.
ഇതിൻ്റെ സൗണ്ട് ഞാൻ ഇത്ര അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. ഒട്ടും നോയ്സ് ഇല്ല. ആകെ 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഈ വണ്ടിയിലുണ്ട്. നമുക്കത് ഡ്രൈവ് ചെയ്യുമ്പോഴും ആ പുതിയ ഒരു വണ്ടിയുടെ ഫീല് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഇനിയിപ്പോൾ എഞ്ചിൻ റൂമിനെ പറ്റി പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് വരാം. സീറ്റുകളെല്ലാം ഒറിജിനൽ കമ്പനി ലെതർ സീറ്റുകളാണ് വരുന്നത്. 2019 മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ 2 സീറ്റുകളും ഇലക്ട്രോണിക് അഡ്ജസ്റ്റിംഗ് ഉള്ള സീറ്റുകളാണ്. ഇലക്ട്രോണിക് പരമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ് ഇതിലുള്ളത്. സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ എങ്ങും യാതൊരുവിധ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന അതേ കണ്ടീഷനിലാണ് ഇതിൻ്റെ ഉൾവശം മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാം, ഈ സീറ്റും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിലത്തെ റോയിലേക്ക് നമുക്ക് പോകാം. ബാക്കിലത്തെ സീറ്റും ഡോർപാടുകളും എല്ലാം പുതിയ വണ്ടിയുടെ അതേ ക്വാളിറ്റിയിൽ തന്നെ ഉണ്ട്. ഇൻറ്റീരിയറിലെങ്ങും യാതൊരു കംപ്ലൈൻറ്റും നമുക്ക് പറയാനില്ല. ഇതിൻ്റെ ബാക്കിലത്തെ നിര സീറ്റുകളും സെയിം അതേ കണ്ടീഷനിൽ തന്നെയാണ് ഉള്ളത്. റൂഫിലേക്ക് വരുമ്പോൾ റൂഫിലെങ്ങും ഒരു ശക്കലം പോലും പൊടി പോലും ഇല്ല. പുതിയ വണ്ടി പോലെ തന്നെ, പുതിയ വണ്ടി എന്ന് തന്നെ പറയാം. കാരണം അത്രയും ഹൈ ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് ഇത്. ഇനി നമുക്കിതിൻ്റെ ടയർ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ടയറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാകെ 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ വണ്ടി ഇറങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ വന്ന ടയർ തന്നെയാണ് കിടക്കുന്നത്. സ്റ്റെപ്പിനിയുടെ ഭാഗം പറയുവാണെങ്കിൽ സ്റ്റെപ്പിനി അൺയൂസ്ഡ് ആണ്. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. സ്റ്റെപ്പിനി ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ സ്കാനർ വണ്ടിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കാനർ കണക്ട് ചെയ്തേക്കുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അതിപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇനി നമ്മളത് ബ്ലൂടൂത്ത് വഴി നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആപ്ലിക്കേഷനിലാണ് നമ്മളത് ചെക്ക് ചെയ്യുന്നത്. അപ്പം അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഫോണിൽ തന്നെയാണ് ഈ സ്കാനറിൻ്റെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത്. അതിൽ തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് സ്കാനിങ്ങിൻ്റെ കാര്യങ്ങൾ കാണിക്കാൻ പറ്റാത്തത്. സ്കാനിങ്ങും നമ്മൾ എല്ലാ വണ്ടികളുടെയും ചെയ്യുന്നുണ്ട്. 2019 മാനുഫാക്ചറിങ്, 19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെറും 33,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന വാഹനമാണ്. 4x2 ഓട്ടോമാറ്റിക്കിലാണ് വരുന്നത്. ബ്രോൺസ് കളറിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ ഡൽഹിയിൽ നിന്നും വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ടൊയോട്ടയുടെ വണ്ടികൾ മാത്രമല്ല പ്രീമിയം സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും എല്ലാ കാറ്റഗറിയിലുള്ള വാഹനങ്ങളും നമ്മൾ വളരെ ഉത്തരവാദിത്തത്തോടെ എടുത്തു തരുന്നതായിരിക്കും. നിങ്ങൾ നാട്ടിൽ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ RTO ഓഫീസിൽ വണ്ടി രജിസ്റ്റർ ചെയ്യുന്നിടം വരെ എന്തെല്ലാം ഹെൽപ്പ് നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ RTO ഓഫീസിൽ കൊടുക്കാനുള്ള പേപ്പേഴ്സ് ആവശ്യമുണ്ടോ, മറ്റ് എന്തെങ്കിലും ഫോളോ അപ്സ് ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഉത്തരവാദിത്തത്തോടെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 28 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റാണ്. അപ്പോൾ ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു വാഹനമാണിത്. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യണം. അതുപോലെ നമ്മളുടെ ചാനൽ, നമ്മളുടെ യൂട്യൂബ് ചാനൽ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും വാഹനം വാങ്ങാൻ താല്പര്യമുള്ള വാഹന പ്രേമികളിലേക്കും നിങ്ങൾ എത്തിക്കുക. അപ്പം ഇനിയും മറ്റൊരു നല്ല അടിപൊളി വാഹനത്തിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.